അല്ലാഹുവിന്റെ റസൂൽ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരുന്ന സമയം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അന്ന് അറബികൾക്കിടയിൽ, മക്കക്കാർക്കിടയിൽ പ്രത്യേകിച്ച്, അതുപോലെ പരിസര നാടുകളിലെല്ലാം കലഹങ്ങൾ വർദ്ധിച്ച കാലമാണ്. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ഒന്നാന്തരം കലഹം, കുടുംബ കലഹങ്ങൾ, ഗോത്രയുദ്ധങ്ങൾ, തറവാടുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും പോരാട്ടങ്ങളും, കുടുംബ കലഹങ്ങളും ഗോത്രയുദ്ധങ്ങളും, ഇനി അപ്പുറം ഇപ്പുറം എല്ലായിടത്തും അക്രമങ്ങൾ, കുടിയും മടിയും, കൊള്ളയും കൊലയും, ചൂതാട്ടവും വ്യഭിചാരവും, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലുന്ന ബാപ്പമാർ, അഭിമാനം ഉണ്ടാകാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അച്ഛന്മാർ, ബാപ്പമാർ, ഈ നിലക്ക് എല്ലാ നിലക്കും പൊറുതിമുട്ടിയ ഒരു ലോകം, പുറത്തിറങ്ങാൻ ധൈര്യം വരാത്ത കാലം, ആർക്കും സുരക്ഷയില്ലാത്ത ലോകം. ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഹൈസുലം യബ്ഖ മിൻ ദീനി ഇബ്രാഹിം അലൈഹിസ്സലാം ഇല്ലൽ ഖലീലു മിസ്ലമാ ലിൽ ബൈത്തിൽ ഹറാം മിൻ തക്രീമിൻ വ തഅളീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത പരിശുദ്ധ ദീനിന്റെ ഏകദേശം ചില്ലാനം കാര്യങ്ങൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. അതെന്താണ്? അത് കഅബ ശരീഫിന് ആ കാലത്തുള്ള ആളുകൾക്ക് ബഹുമാനമാണ്. അവരിങ്ങനെ അടിയും ഇടിയും കുടിയും അക്രമങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളുമായി കഴിയുമ്പോഴും അവർക്ക് പരിശുദ്ധ കഅബ ശരീഫിനോട് ഒരു ബഹുമാനം, ആ കഅബയോടുള്ള ബഹുമാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ഒരു സംസ്കാരവും ഇല്ല. പൂർണ്ണമായും സംസ്കാര ശൂന്യരായി അനാചാരികളായി മാറിയ ആ ലോകത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നതുവരെ ഈ അവസ്ഥയാണ് തുടർന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ നിലക്ക് കലങ്ങി മറിഞ്ഞ കലുഷിതമായ ഒരു കാലത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വരുമ്പോൾ എത്ര ഭയപ്പെടണം, എത്ര പേടിക്കണം, ഒരു സുരക്ഷയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബിരിആയത്തി ഇലാഹിയത്തിൻ നശഅ ഖൈറുൽ ബരിയത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദബൻ മുഹദ്ദബാ. ഇങ്ങനെയൊക്കെ കലുഷിതമായ കാലമായിട്ടും, അഭയമില്ലാത്ത, സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങളായിട്ടും, ബിംബാരാധന, എന്തൊക്കെ തോന്നിവാസങ്ങൾ ആർക്ക് നടത്താൻ പറ്റുമോ എല്ലാം നടത്താം. ഇമാമിങ്ങൾ എഴുതി വെച്ചു, അന്ന് അന്വേഷണമില്ലാതെ ജ്യേഷ്ഠത്തിയെയും അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും ഒരാളെന്നെ കല്യാണം കഴിക്കും. പിന്നെ ബാപ്പമാർ വിവാഹം ചെയ്ത് ബാപ്പമാർ മരണപ്പെട്ടു പോയതാണെങ്കിൽ ആ സ്ത്രീകളെയും മക്കൾ കല്യാണം കഴിക്കും. ഉമ്മാനല്ല, ബാപ്പമാർ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും ബാപ്പമാർ വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ മക്കൾ ഏറ്റെടുത്ത് കല്യാണം കഴിക്കും. എന്തും ആർക്കും ചെയ്യാം. ആ നിലക്ക് സാർവത്രികമായി തോന്നിവാസങ്ങൾ അരങ്ങ് തകർക്കുന്ന കാലം. അവിടെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. എത്ര ഭയപ്പെടണം ആമിന ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ ഏറ്റവും തികഞ്ഞ മുഅദ്ദബും മുഹദ്ദബുമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നിലക്ക് തോന്നിവാസങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുട്ടി പഠിക്കുന്ന തോന്നിവാസങ്ങൾ എത്രയായിരിക്കും? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചെറിയ കുഞ്ഞാകുന്ന അക്കാലം മുതൽ അവിടുത്തെ 63 വയസ്സിന്റെ അവസാന സെക്കൻഡ് വരെ സദാചാരത്തിനെതിരായ ഒരു സെക്കൻഡ് മുത്തായ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണം, അതിനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാട്ടാളന്മാർക്കിടയിൽ മക്കയിൽ ജീവിക്കുമ്പോ മുത്തായ തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല. നുണ പറഞ്ഞിട്ടില്ലാന്ന് നമ്മൾ വെറുതെ എഴുതി വെച്ചതല്ലല്ലോ. മുഹമ്മദ് എന്ന് പേരുള്ള അബ്ദുൽ മുത്തലിബിന്റെ പേരമോൻ നുണ പറയുന്നത് അബൂജഹിൽ കേട്ടിട്ടില്ല, ഉത്ബത്ത് അറിഞ്ഞിട്ടില്ല, ഒരു ശത്രുവിനും പരിചയമില്ല. എല്ലാവർക്കും സുസമ്മതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറിയ കുഞ്ഞാകുമ്പോഴേ സുസമ്മതനാണ്. കാരണം അല്ലാഹുവിന്റെ പ്രത്യേക നിയന്ത്രണം. അദ്ദബനി റബ്ബി, എന്റെ റബ്ബെന്നെ അദബ് പഠിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിലുണ്ട്. അദ്ദബനി റബ്ബി അഹ്സന തഅദീബി, ഞാൻ പുസ്തകം വായിച്ച് മര്യാദ പഠിച്ചവനല്ല, ഗുരുമുഖത്ത് നിന്ന് അദബ് പഠിച്ചവനല്ല. അദ്ദബനി റബ്ബി, എന്നെ നിയന്ത്രിച്ചത്, എന്നെ എല്ലാം പഠിപ്പിച്ചത് എന്റെ റബ്ബാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല.